പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ജനുവരി വർഷത്തിലെ ഈ വർഷത്തിലെ ആദ്യത്തെ നമ്മുടെ 2025 ആദ്യത്തെ സാപത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ജെല്ലിപ്പാറ ഞാൻ നട്ടപ്പാടി നേരെ ജെല്ലിപ്പാറയിലേക്ക് വന്നു. ഒരു വണ്ട ശുശ്രൂഷ ഒരു തീയായിരുന്നു കേട്ടോ. അതായത് കർത്താവ് ശരിക്ക് കൃപകൾ വർഷിക്കുന്ന പ്രിയ സഹോദരനാണ്. ഞാൻ ഇന്നലെ നമ്മുടെ അച്ഛൻ്റെ കൂടെ മാഷും അതുപോലെ ആന്റണി ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. ഈ തലമുറകളെ കുറിച്ചിട്ടുള്ള ദൈവിക കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വരുന്ന ആഴ്ചകളിൽ ജെല്ലിപ്പാറയിൽ ഒരു ദത്തെടുത്തിട്ടുള്ള ഒരു കുറച്ച് നാളത്തേക്ക് ദത്തെടുത്തിട്ടുള്ള ഒരു ശുശ്രൂഷയാണെന്ന് നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ അച്ഛൻ. അത് ഭയങ്കരമായി യേശുവിൻ്റെ നാമത്തിലാണ് ആ ശുശ്രൂഷ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളൊരു വചനം ധ്യാനിക്കുകയാണ്. അത് ഫിലിപ്പി 2:10 വചനം പറയാണ്, ഇത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും, യേശു മാത്രം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, അതായത് യേശു കുരിശിൽ കിടന്ന് തല താഴ്ത്തി. എന്തിനു വേണ്ടിയാ? യേശു നിന്ദനമേറ്റു, യേശു പരിഹാസമേറ്റു, ഒരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ അനീതിക്ക് വേണ്ടിയാണ്, എന്റെ അവിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് എന്റെ യേശു പീഡനമേറ്റത്, എന്റെ യേശു മുൾമുടി ധരിച്ചത്, എന്റെ യേശു അപഹാസ്യനായത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ദുഃഖത്തിലും വേദനയിലാണ് എങ്കിൽ, ഇന്ന് പിശാച് നമ്മൾ അതുപോലെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ യേശുവേ എന്ന് ഹൃദയം കൊണ്ട് ഒരു വ്യക്തി പറയുന്ന മാത്രയിൽ ദൈവം അവിടെ വിടുതൽ നൽകും. ഒരു വ്യക്തി പറയുന്ന മാത്രയിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അട്ടപ്പള്ളിയിൽ നമ്മുടെ പുരുഷന്മാരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ല, അതിലൊരു വ്യക്തി ഞങ്ങളിങ്ങനെ ഷെയറിങ് നടത്തിയപ്പോൾ ഒരാൾ പറയായിരുന്നേ, എൻ്റെ അച്ഛോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മയിൽ പോകുന്നത്, ആദ്യമായിട്ടാണ് എന്ന് ഒരു വ്യക്തി. അത് ശരിക്കും ഒരു അഭിഷേകമാണ് സഹോദരങ്ങളെ. നിങ്ങളെ പ്രത്യേകമായിട്ട് അച്ഛൻ സെന്റ് മേരീസ് ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് ശരിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു തീ അവിടെ വർക്ക് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, യേശുനാമത്തിന്റെ ഒരു അത്ഭുത ശക്തി, യേശുനാമത്തിന്റെ ഒരു വിടുതലിന്റെ ശക്തി കർത്താവെ ഓരോ ദാസർക്കും അനുഭവവേദ്യമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.